അപ്പോൾ നമുക്കിന്ന് കൂരിയാണ്, കൂരി റോസ്റ്റ്. എൻ്റെ ഏട്ടക്കൂരിയാണ് കേട്ടോ, മുട്ടക്കൂരിയാണ്. അപ്പോൾ നമുക്കിന്ന് വല ഇട്ട് കൊണ്ടുവന്നാണ് ഫ്രഷ്. നമുക്ക് ഇന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. എല്ലാവർക്കും അറിയാത്തവർ കുറേ പേരൊക്കെ ഉണ്ടാവും കൂരി വൃത്തിയാക്കണത്. ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഏട്ടയാണ് കൂരി. അപ്പോൾ അതിനാണ് ഞാൻ അധികം സാധനങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. അധികം ഇട്ടാൽ ഓവറാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാളൻ്റെ അര സവാള, ഒരു പച്ചമുളക്, ഒരു 3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 2 വേപ്പില. അപ്പോൾ നമുക്ക് വഴറ്റാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 മണി വലിയ ജീരകം, 2 മണി ഇട്ടാ അല്ല, അത് ഉലുവ, 2 മണി ഉലുവ, അത് 5-6 ഉലുവ പൊട്ടിക്കണം. അതിൽ 2 മണി വലിയ ജീരകം, ഇനി ഇതിലോട്ടേക്ക് നമുക്ക് സവാളയും പച്ചമുളകൊക്കെ ഇട്ട്. എപ്പോഴും ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെക്കണത്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് കറിക്ക് ഉപ്പിടണേന്, കുറച്ച് ഉപ്പിടണേ. പിന്നെ ചെറുതായിട്ട് നല്ലോണം വഴയട്ടെ. ഇതിലേക്ക് നമുക്ക് മസാല ഇടാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 1.5 ടീസ്പൂൺ മുളക് പൊടി. എരിവുണ്ട് മുളക്, കുറച്ചിടണം. കുറച്ച് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞാൻ എല്ലാത്തിലും ഇടും കേട്ടോ. ചിക്കൻ്റെ പൊടി എല്ലാത്തിലും ഇടും, ടേസ്റ്റിനാണ്. ചിക്കൻ്റെ പൊടി ഒരു നുള്ളു, ടേസ്റ്റിനുണ്ടെങ്കിൽ. 4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഞാനിവിടെ പൊടിച്ച് വെക്കണതാണ് കേട്ടോ. മല്ലിപ്പൊടി നമുക്കൊന്ന് നല്ലോണം വഴറ്റി ഉണ്ടാവട്ടെ. റോസ്റ്റാണ് വെക്കുന്നത്. അപ്പോൾ അതിന് അധികം വെള്ളമൊന്നും കൂട്ടില്ല. തുള്ളി വെളിച്ചെണ്ണ, മീൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം കേട്ടോ. ഏട്ടയാണ്. അപ്പം ഇത് നമുക്ക് കറിയിൽ വെക്കാം. നമുക്ക് മസാല മുട്ടാൻ നോക്കാം. മസാല മൂത്ത മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ടേക്ക് തക്കാളി, ഇതിലോട്ടേക്ക് പുളി വെള്ളത്തിലിട്ട്
ഇത്തിരി ഉപ്പിട്ട് ഇങ്ങോട്ട് വെച്ചേക്കണം. കുറച്ച് ഉപ്പിട്ടാ പുളി ഇറങ്ങാൻ. ഇപ്പം നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1/4 ഗ്ലാസ് മതി കേട്ടോ. മീനിൽ വെള്ളം ഇറങ്ങും, പിന്നെ മീൻ വേവണമല്ല. ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇപ്പം നമുക്ക് പുളി ഇറങ്ങുമ്പോഴേ ഇച്ചിരി പുളി ഉണ്ടാവുള്ളൂ. അപ്പം ഒന്ന് തിളക്കട്ടെ. അപ്പം നമുക്ക് ഇത് വേണ്ട, കറി തിളച്ച് നമുക്ക് കറിയിലോട്ടേക്ക് മീനിടാം. കഴുകി വാരി വെച്ച മീനാണ് കേട്ടോ. കൂരി ഏട്ടയൊക്കെ ആൾക്കാർക്ക് അത് ഞാനിത് കഴുകിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പുളി, കുടംപുളി, ഉപ്പും കൂടി ഇത്തിരി വെള്ളം ഒഴിച്ച് ഇട്ടിട്ട് അതിൽ കുഴച്ച് വെച്ച് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കത്തി കൊണ്ട്, നല്ല മുറിച്ചുള്ള കത്തി കൊണ്ടൊന്ന് ചിരണ്ടി വെച്ചാൽ മതി. നമ്മൾ വിചാരിക്കാതിട്ട് അവൻ കൈ കൊണ്ടാണ് ചെയ്യണത്. അല്ലെങ്കിൽ ഫോണാണ് അടിക്കണം. ഇതിന് കുറച്ച് വെള്ളം ഇറങ്ങും. എന്നിട്ട് പിന്നെ ആ വെള്ളം ഇതിന് കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ആ ഇറങ്ങുന്ന വെള്ളം നമ്മൾ വറ്റിക്കണം. അപ്പോഴത്തെ മീനിൻ്റെ പാകമാവും. ഇടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ചാറിലൊക്കെ മുക്കി കൊടുക്കണം. അപ്പം നമുക്കിത് മൂടി വെക്കാം കേട്ടോ. ചാറ് ഇനി വെള്ളം തിളച്ച് ഈ വെള്ളം നമുക്ക് വറ്റിക്കണം. ഒരു 5 മിനിറ്റ് മതി എത്താൻ. ചെറിയ തീരെ ചട്ടിയിലിറങ്ങണം. എല്ലാവരും വെക്കണം. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഏട്ടന് വലിയ ഏട്ടന് ഓക്കെ. മൂടി വെക്കാം.